इसको उससे जो दिक्कत है वो तो कुछ कर नहीं पा रहा. ഈ കേസിന്റെയും നിങ്ങളുടെയും ഭാവി നശിപ്പിക്കരുത്. പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് 100% പാലിക്കുന്ന എത്ര പോലീസുകാരുണ്ടോ നമ്മുടെ ഫോഴ്സിൽ? ഡ്യൂട്ടി സമയത്ത് കള്ളു കുടിക്കാനും പെണ്ണു गुस्सा आता उसको देख के क्योंकि बस काम पे ध्यान देता ना. ആവശ്യപ്പെട്ടതുപോലെ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ ഭാര്യമാരിൽ ഒരാൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഓൺ ദി വേ ആണ്. പിന്നെ पूरी फाइल निकाल दी उसने. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ സർ കാര്യങ്ങളൊരല്പം കൂടി वो लेडीज से नफरत करता हुआ आदमी है. പ്രതികാരദാഹം. അതുകൊണ്ട് റാൻഡം സെലക്ഷന്റെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാമെന്ന് തോന്നുന്നു. And he's using a red gypsy with a hard top and balloon ready. सब पता लगा लिया उसने. അതിൽ വലത്തെ കാലിന്റെ പ്രിന്റ് ഇടതിനെ അപേക്ഷിച്ച് 3/4 ഇഞ്ചോളം കൂടുതൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് കാലിന്റെ ഈ നീളക്കുറവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഷൂസാണ്. നമുക്ക് കിട്ടിയ ടയർ ചുമന്ന പെയിന്റിന്റെ അംശം സ്ഥിരീകരിക്കുന്നു. PC സോമശേഖരന്റെ മൊഴിയിൽ നിന്നും അതൊരു ഹാർഡ് ടോപ്പ് ജിപ്സിയാണെന്ന് വ്യക്തമായി. വെയിറ്റ് ചെയ്യാൻ പറയും. क्या हो गया? രണ്ടാമത്തെ പെൺകുട്ടി എത്തിയിട്ടുണ്ടെന്ന്. സാം ആൻഡ് വി ഹാവ് എ സർപ്രൈസ്. अच्छा आगे वो तुम लोग ये तो नहीं तो उसको जानते हैं जिनके हस्बैंड मरे ना. ജൂൺ മുതലുള്ള ഒരു 6 മാസത്തെ ക്രാഷ് കോഴ്സിൽ इसको भी जानते हैं. इतना भी വിമല രമേശ് सबको जानते हैं. രണ്ടും ഒരാൾ തന്നെ. രമേശ് ഈ കുട്ടിയുടെ ഹസ്ബൻഡ്. कुछ तो कनेक्शन है फिर इनका. നിങ്ങളുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ്സ് കൊല്ലപ്പെട്ട അതേ രീതിയിലാണ് രമേശും കൊല്ലപ്പെട്ടിരിക്കുന്നത്. मतलब कोई सीरियल किलर भी नहीं है वो कुछ. दुश्मनी है. हाँ उसकी इनसे दुश्मनी അങ്ങനെ सबसे. ആരെങ്കിലും ഉണ്ടോ? ये एक दूसरे से ഇല്ല സർ. നിങ്ങൾ एक दूसरे को जानते नहीं വിചാരിക്കുന്നത് लोग. പോലെ ഈ ശത്രുതയ്ക്ക് അങ്ങനെ ബോയ് he could be a handicap. वो समझ गई है. जिस तरह से बोल रहा था कि एक पैर पे ज्यादा वो था वजन था. हाँ तो हैंडीकैप ही होगा वो शायद. ये जानते हैं उसे. ായിരുന്നു ഐസക്കും പാർവതിയും. തെക്കൻ കേരളത്തിന്റെ ഏതോ റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് വന്നവരാണവർ. ഒരു അതുകൊണ്ട് തന്നെ ആ കോച്ചിങ് സെന്റർ പെട്ടെന്ന് വളർന്നു. മാഡത്തിന്റെ സഹായത്തിനായി ആനന്ദ് എന്നൊരു ആനന്ദിന്റെ ഒരു കാലിന് അല്പം നീളക്കുറവുണ്ടായിരുന്നു. ആനന്ദ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു. ये आनंद इसको अडॉप्ट किया था उन्होंने. जो इसके वो है ना ओनर जो है वो दोनों हस्बैंड वाइफ जो दिखा रहे थे वो. പുറമേ इसके हाथों में എന്തോ ഒരു അസാധാരണത്വം അവന്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു. ചെറിയ പാർവതി മാം ഞങ്ങളുടെ മുറിയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നു. വീട്ടിൽ അറിയാതിരിക്കാൻ ഞങ്ങൾ പാർവതി മാഡത്തിന്റെ മൈസക് സാറിന്റെ കാല് പിടിച്ചു. സോറി, എനിക്കിത് വീട്ടിൽ ഒക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നത് കൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ വളർന്നത്. അണ്ടർസ്റ്റാൻഡ്? പ്ലീസ് മാഡം, പ്ലീസ്. വി ആർ റിയലി സോറി മാഡം. രണ്ട് കുട്ടികളുടെയും പേരെന്തായിരുന്നു? ലക്ഷ്മിയും അനിതയും. लक्ष्मी अनिता आगे उनके पेरेंट्स. പുസ്തകമാ സർ. ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് മാത്രം ഇവർ എൻട്രൻസ് പാസ്സാവാൻ പോകുന്നില്ല. കെട്ടിച്ചു വിടാനുള്ള പ്രായമായില്ലേ ഇവർക്ക്? उनके इंसल्ट कर दिए. ഇവരുടെ താല്പര്യങ്ങളും അത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്.
സാറ് പറഞ്ഞതുകൊണ്ട് ഒരവസരം കൂടി ഞങ്ങൾ ഇവർക്ക് കൊടുക്കാം അല്ലേ? ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ കമന്റ്സ്. लड़के परेशान करने लगे उन्हें. ഞങ്ങൾക്ക് വാശിയായി. എങ്ങനെയെങ്കിലും പാർവതി മേഡത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി. അവരുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് ഒന്ന് വരൂ. अच्छा आनंद इस लड़की को चाहता था, विमला को. ഇത് രോഗം മറ്റതാന്നാ തോന്നണേ. നമുക്കിവനെ വെച്ചൊന്ന് കളിച്ചാലോ? ഒരു ദിവസം ലക്ഷ്മിയും വിമലയും കൂടി ഐസക് സാറിനെ ചെന്ന് കണ്ടു. ഭയങ്കര ശല്യമാ സർ. ആനന്ദ് എപ്പോഴും ഞങ്ങളാ ഇവിടെ വന്ന് പറഞ്ഞെന്ന് ആനന്ദ് അറിയരുത്. സംഭവം അറിഞ്ഞ് ആനന്ദ് വിമലയെ കാണാൻ. എന്ത് കാര്യം? ഞാൻ പറയാം. എടി വേണ്ടാട്ടോ, പ്രശ്നമാവും. നീ ഒന്നും മിണ്ടായി. ആനന്ദ് കാര്യം അറിയട്ടെ. ഇത്തരം വൃത്തിയായിട്ട രീതിയിലുള്ള അടുപ്പം കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം വിമലയെ വിളിച്ച് ആനന്ദുമായിട്ട് അധികം അടുക്കരുതെന്ന് താക്കീതും ചെയ്തു. കാണണ്ട, അത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് പുറത്തു വെച്ച് കാണാമല്ലോ. അതിന് ഐസക് സാറിനൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. दुश्मनी करा रहे हैं ये. ഒരു മാസത്തിനിടയിൽ ഞങ്ങൾ തന്ത്രപൂർവ്വം ആനന്ദും ഐസക് സാറും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. आनंद का सहारा लेकर वो ये सब कर रहे हैं. മതി, ഞങ്ങൾ ആനന്ദിന്റെ അടുത്തേക്ക് പോകും. मैडम ने देख लिया. मैडम ने कोई औरत है. ഞങ്ങൾ കണ്ടതുകൊണ്ട് आनंद ഇവിടെ पे മാനം जान लगा രക്ഷിക്കാൻ रहे സാധിച്ചു. हैं. ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ऐसे എന്ത് क्यों कर रहे സുരക്ഷയുള്ളത് हैं സർ? साले? और आनंद से क्या कह रहे थे कि वो जो है, वही जो टीचर है, वो जो ओनर उसका, वो इसको परेशान कर रहा है विमला को. നിങ്ങളുടെ രണ്ടുപേരുടെ और उससे कह रहे हैं कि इसने किया उसके साथ जबरदस्ती. തോന്നിയാസം ഇവിടെ നടക്കില്ല. കടന്നു പോയിക്കൊള്ളണം. ഇറങ്ങി പോകാൻ. ताकि आनंद को निकाल दें എന്നെ വിട്. स्टोर से. ओ उसने अरे टीचर को मारा. ओ, ताकि आनंद और इसके बीच में, इनके बीच में झगड़ा हो ना. अच्छा इस लेडी ने അന്ന് को തന്നെ पता ഞങ്ങൾ चल गया വീടുകളിലേക്ക് ये लड़कियां करवा रही सब कुछ. ടെൻഷനിലായി. ഇതിനൊരു അവസാനം ഉണ്ടാവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എൻട്രൻസ് എക്സാം നടക്കുന്ന സെൻട്രൽ വെച്ച് കാണാമെന്ന് ഞങ്ങൾ ആനന്ദിനെ അറിയിച്ചു. എന്ത് ക്വാളിറ്റിയാ നിനക്കുള്ളത്? കുടുംബ മഹിമയോ, സൗന്ദര്യമോ, അതോ ഈ ചട്ടുകാലോ? നിന്റെ ജീവിതം തകർത്ത ഈ അനിതയും ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം? അറിയില്ല സർ. പഠിച്ചിരുന്ന കാലത്തെ അവരുടെ അഡ്രസ്സോ അങ്ങനെ ഞങ്ങളെല്ലാം പല കോഴ്സുകൾ പഠിക്കാനായി പല വഴിക്ക് പിരിഞ്ഞു. പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. दारू दुकान में चला गई फिर. അതെ, ഇവിടെ വെച്ച് വെള്ളം അടിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ വെച്ച് അടിക്കാതിരുന്നാ പോരെ. बंद हो गया. बंद हो गया. അതിന്റെ ഉടമസ്ഥൻ ഐസക് സാറ് മരിച്ചോടെ അതൊക്കെ अच्छा നിന്നു. अच्छा, उनकी उसकी डेथ हो मौत हो गई इसकी. 8-9 साल पहले. മരിക്കായിരുന്നു. തെന്നി വീണാന്നാണ് ആൾക്കാർ പറയുന്നത്. അയാളെ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓ, അതല്ലേ കഷ്ടം. ആ സ്ത്രീ കഴിഞ്ഞ് തിരിച്ചു വന്ന് കെട്ടിട സ്ഥലമൊക്കെ ആ പയ്യൻ നല്ല വിലക്ക് വിറ്റു. ഇപ്പൊ Building അവരൊരു busy working हो women's hostel. भयंकर. അവരുമായിട്ട് അടുപ്പമുണ്ട. ആ സ്ഥലം വിറ്റ വകയിൽ ഒരു 3 ലക്ഷം രൂപ ആ ചെറുക്കൻ ഈ സ്ത്രീക്ക് കൊടുക്കും. അതുകൊണ്ട് ആ പാവം രക്ഷപ്പെട്ടു. അയ്യോ, പോലീസ് मेरी गाड़ी. എന്നാ കുറിക്കാൻ എന്തെങ്കിലും സാർ? ഈ വത്സമ്മയുടെ വീട് അവിടെ. സാർ ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയി ഇവിടെ പണി. വത്സമോ, എടി വത്സമോ, വരുന്നു, കിടന്ന് തൊള്ള തുറക്കാതെ വന്നു. उसको देर शराब पीने के लिए. ഇങ്ങനെ കള്ളു കൊടുക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പോലീസാ. എന്നിട്ട് താൻ കുറച്ചു നേരം അപ്പുറത്തോട്ട് മാറി നിൽക്കും. ഞങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങൾ. പല തവണ
പല രീതിയിൽ കാണേണ്ടി വരും. ഞാൻ സത്യം പറയാം സാർ. സാറിന് എന്താ അറിയേണ്ടത്? വത്സമ്മ ഇട്ടിരുന്ന വില 3 ലക്ഷം രൂപയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് അതിലും വില പിടിച്ച. ആനന്ദ് മനഃപൂർവ്വം കൊന്നിട്ടില്ല. അതൊരു അപകട മരണം തന്നെയാ. ആനന്ദ് തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. इसी ने देखा था सब होते हुए. എന്നായിരുന്നു. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആനന്ദ് എങ്ങോട്ടാ പോയത്? അപ്പം ആ കുഞ്ഞ് തിരിച്ചു വന്നു. അന്നിവിടെ കുഞ്ഞും ഐസക് സാറും തമ്മിൽ വീണ്ടും ഒരു വഴക്കുണ്ടായി. तभी थी इसकी मौत. किसने मारा गुलाब? आनंद नहीं मारी थी. अच्छा, गलती से हो गया था वो. मतलब वो उसे नीचे नहीं फेंकना चाहता था, बस वो गिर गया था. ഞാനത് പറഞ്ഞു. പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ലെങ്കിലും സാവധാനത്തോടെ കുഞ്ഞിനത് മനസ്സിലായി. കുഞ്ഞിനോടത് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം കുഞ്ഞിന് ദേഷ്യം വന്ന പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റും. പിന്നെ ഭയങ്കര ഇഷ്ടവാ. വെറുത്ത പിന്നെ അവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഈ സംഭവങ്ങൾ എന്തുകൊണ്ടാ നിങ്ങൾ പോലീസ്? പാർവതിക്ക് ഭ്രാന്ത എന്ന് കേട്ടു. അങ്ങനെയൊന്നും ഇല്ല സാർ. ആ സംഭവത്തിന് ശേഷം പാർവതി കുഞ്ഞ് अच्छा, वो लेकर चला गया 6 था. മാസം കഴിഞ്ഞപ്പം ആനന്ദ് കുഞ്ഞ് മാത്രം തിരികെ വന്നു. ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ വിറ്റുവെന്നും പറഞ്ഞു എടുത്തോണ്ട് പോയി. ഐസക് മരിക്കുമ്പോ പാർവതി ഗർഭിണിയായിരുന്നു അല്ലേ? 8 प्रेग्नेंट भी हो गई थी पार्वती शायद. കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് ഞാൻ അറിഞ്ഞത്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? प्रेग्नेंट थी ഇല്ല ना. സാർ. എനിക്ക് പൈസ തന്നു പോയതിന് എന്റെ കയ്യിൽ ഒന്നുമില്ല. സത്യമായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ. കാര്യങ്ങൾ അറിഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യും സർ? എവിടെ നിന്ന് തുടങ്ങും? Something that we are. ये लड़की याद है किसे? अब इससे पूछ रहा है. അതെങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കില്ലറെ അടുത്ത് കെട്ടിയിട്ടും പിടിക്കാൻ സാധിച്ചില്ലെന്ന് നിങ്ങൾ പത്രക്കാരറിഞ്ഞ വെറുതെ ഒരു കാര്യം. ഈ വാർത്ത വർഷ അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിട്ടേ വരാൻ പാടും. ഡിപ്പാർട്ട്മെന്റ് അത് നിഷേധിക്കും. പാടില്ല. ഈ ന്യൂസിനൊരു വ്യക്തത പാടില്ല. എങ്കിലേ അത് കില്ലർക്ക് ക്രെഡിബിൾ ആയിട്ട് തോന്നും. ये बता दीजिए कि लेट नहीं थी वो. അജ്ഞാത കൊലപാതകയെ ഒരു പോലീസുകാരൻ കണ്ടു. ചൂടുള്ള വാർത്ത. ചൂടുള്ള വാർത്ത. अरे उसने किलर को फाइंड कर दिया. अरे उसने जानबूझ के बोला नहीं ऐसी खबर छापने के लिए उसे उस लड़की को. സർ, ഒരു പോലീസുകാരൻ കൊലയാളിയെ കണ്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആര് പറഞ്ഞു? ഞാൻ ताकि किलर ऐसे में बाहर निकलेगा ना. കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കൊലപാതകയെ ഒരു പോലീസുകാരൻ കണ്ടു. ഇത് പോലീസ് അന്വേഷണത്തിൽ വഴിത്തിരിവായിരിക്കുകയാണ്. किसी का पीछा कर रहा होगा. ये आदमी कौन है? वही पुलिस वाला. ओ वही है. अच्छा. वो गाड़ी देखो, रेड जीप वाली. ना ना, वो तो दूसरी गाड़ी थी. वो तो जिप्सी थी. अच्छा, पुलिस वाले पे शक है इसको. वही पुलिस वाला है कि कोई और है? वही तो है ये. यही हो सकता है किलर. अबे इसके पीछे क्यों नहीं जा रहा? ओ
देखा इसने कुछ गायब हो गया वो आदमी। ओह घर में चढ़ गया, घर के अंदर चल रहा है। ये गन गिर गया उसकी। ये उस तरह से नहीं लगा पा रहे निशान है ना, क्योंकि शराब के नशे में हो, तो उसके हाथ कांप रहे थे। बेबे अरे छोड़ दिया, वो भाग नहीं पाएगा। दर्द होने लगा पेट में, नहीं पकड़ पाया, इसीलिए फिजिकली फिट होना पड़ता है पुलिस वाले को। पुलिस को फोन कर देता नहीं, वो भाग गया बढ़िया आसानी से। ओ हाथ कांप रहे उसके। शराब पी के उसकी हालत बहुत वैसे हुई ना। एकदम से नहीं रुक सकता ना, ത്രൂ യോഗ ആൻഡ് മെഡിറ്റേഷൻ. അതാണ് ഇവിടെ थोड़ा थोड़ा लेनी पड़ेगी। थोड़ा सा लेनी पड़ेगी ना उससे, पानी डाल के। യെസ്. ऐसे अगर वो कम करता रहेगा उसकी क्वांटिटी। मेडिटेशन में नहीं कर पा रहा। मेडिटेशन करेगा, क्वांटिटी कम करेगा धीरे धीरे, तब जाके छूट पाएगा ना। तो केस तो वहाँ केस सॉल्व करना है उसे। केस तभी कर पाएगा ना सॉल्व जब वो फिजिकली फिट होगा। उन जगहों को मार्क कर रहा है जहाँ किलर हो सकता है। अबे किसी ने कीलें रखी हुई थी। वही किलर शायद इसे मारने वाला। हाँ ये कोई और है।